ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ജുപോൾ. ഓണം എക്സാമിന് സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ് സെമിനാർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. പരിപാടി എന്താണെന്ന് അറിയാത്തതുകൊണ്ട് മിക്കവാറും നമ്മളിത് സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇത് 6 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്, 6 മുതൽ 8 മാർക്കിന് വരെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇനി തൊട്ട് ഇത് സ്കിപ്പ് ചെയ്യരുത്. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലല്ലേ ഇനി സ്കിപ്പ് ചെയ്യൂല എന്ന് മാത്രമല്ല, ആദ്യം നിങ്ങൾ സെമിനാർ റിപ്പോർട്ട് എഴുതും. പറഞ്ഞുതരാം. ആദ്യം നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെ വരണം എന്നുള്ളതും ഇതിൻ്റെ ഒരു മോഡൽ ആൻസറും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതോടെ നിങ്ങളുടെ സെമിനാർ റിപ്പോർട്ടിനെ കുറിച്ചുള്ള സകല പേടികളും മാറിക്കിട്ടും. നോക്കിക്കോ. ഇമാജിൻ ദാറ്റ് യു ആർ ദ സെക്രട്ടറി ഓഫ് ദ സോഷ്യൽ സയൻസ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ. പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് ഓൺ ദ ഇവന്റ് കണ്ടക്റ്റഡ് ഓൺ March 8th, International Women's Day, on the topic Women Empowerment, Challenges and Solution. ഇതുപോലത്തെ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തരും. ഇതൊക്കെ വിമൻ എംപവർമെൻറ്റ്, ചാലഞ്ചസ് ആൻഡ് സൊല്യൂഷൻസ്. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ സ്കൂളിൽ ഒരു പരിപാടി നടത്തുന്നുണ്ട്. പരിപാടി ഒരു സെമിനാറാണ്. സെമിനാർ എന്ന് പറയുന്നത് ആളുകൾ പേപ്പർ അവതരിപ്പിക്കുകയാണ്, അതായത് ഒരു സ്പീച്ച് പോലെ അവർക്ക് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ അവതരിപ്പിക്കുന്നതാണ് ഈ ഒരു സെമിനാർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സെമിനാർ നടത്തി അതിൽ ഇന്ന ആളുകളൊക്കെ പങ്കെടുത്തു, അവർ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുന്നതാണ് സെമിനാർ റിപ്പോർട്ട്. അപ്പോൾ അതിൽ എവിടെ വെച്ച് നടത്തിയെന്നുണ്ടാവും, എപ്പോഴാണ് നടത്തിയതെന്നുണ്ടാവും, അതിൻ്റെ മെയിൻ ടോപ്പിക്സ് എന്താണ്, ആരൊക്കെ പങ്കെടുത്തു, അവരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ വിലയേറിയ മെയിനായിട്ടുള്ള പോയിന്റ്സ് എന്താണ് അവർ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളായിരിക്കും സെമിനാർ റിപ്പോർട്ടിൽ പറയാം. പക്ഷേ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണ വേണം. എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെമിനാർ റിപ്പോർട്ട് എഴുതാൻ പറ്റുള്ളൂ. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എഴുതാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ഫോമാറ്റ് എങ്ങനെ വരണം എന്നുള്ളത് നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇതിനൊരു ടൈറ്റിൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ അടിച്ചു മാറ്റാം, അതായത് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ അടിച്ചു മാറ്റാം. ഇപ്പോൾ ടൈറ്റിലായിട്ട് ഞാൻ വിമൻ എംപവർമെൻറ്റ്, ചാലഞ്ചസ് ആൻഡ് സൊല്യൂഷൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനി ഇൻട്രൊഡക്ഷൻ ആണ് അടുത്തത്. ഒന്നാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. ആരാണ് ഈ പരിപാടി നടത്തിയത്? എന്തായാലും അത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, സോഷ്യൽ സയൻസ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ സ്കൂളിന് ഒരു പേര് കൊടുക്കുക, സോഷ്യൽ സയൻസ് ക്ലബ്ബാണ് ഇത് കണ്ടക്ട് ചെയ്തത് എന്ന് പറയാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടോപ്പിക് എന്തായിരുന്നു, ഡേറ്റ് എന്നായിരുന്നു, പ്ലേസ് എവിടെ വെച്ചിട്ടായിരുന്നു, എന്താണ് പരിപാടിയുടെ ഉദ്ദേശം, ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയേണ്ടത്. ഈ പറഞ്ഞതൊക്കെ ക്വസ്റ്റ്യനിലുണ്ടാവും. ആരാണ് നടത്തിയതെന്നുണ്ട്, എപ്പോഴാണ് നടത്തിയത്, March 8th ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആണ്. ടോപ്പിക് വിമൻ എംപവർമെൻറ്റ്, ചാലഞ്ചസ് ആൻഡ് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. ഇത് ഒരു മോർലൈക്ക് ഒരു അവയർനെസ് പ്രോഗ്രാമാണ്, അതായത് ആളുകൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ബോധവൽക്കരണമാണ് അവിടെ പരിപാടിയുടെ ഉദ്ദേശം, അതല്ലെങ്കിൽ പർപ്പസ്. ഇനി ഓപ്പണിങ്ങിൽ നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ് ഈ സെമിനാർ തുടങ്ങിയത്, ആരാണ് സംസാരിച്ച് തുടങ്ങിയത്. ഇപ്പോൾ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് നോക്കുക. ഇനി മെയിൻ ഡിസ്കഷൻ. ഇത് നമ്മളൊരു സ്പീച്ച് എഴുതുന്ന പോലെയാണ് ഈ മെയിൻ ഡിസ്കഷൻ കൊടുക്കേണ്ടത്. അതായത് വുമൻ എംപവർമെൻറ്റിനെ കുറിച്ചുള്ള വിലയേറിയ അവിടെ പങ്കെടുത്ത ആളുകളൊക്കെ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നങ്ങോട്ട് പറയാം. അവസാനം കൺക്ലൂഷനിലല്ലേ എങ്ങനെയാണ് ഈ സെമിനാർ എൻഡ് ചെയ്തത് എന്നുള്ളത് പറയാം. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഈ പരിപാടി നല്ലപോലെ ഫിനിഷ് ചെയ്തു എന്നുള്ളതും ആളുകളുടെ റെസ്പോൺസ് ഇങ്ങനെ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഇങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ മതി. ഇനി അവസാനത്തിലല്ലേ നിങ്ങളുടെ റിപ്പോർട്ടറുടെ പേര് ഒന്ന് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ബൈ, ഇപ്പോൾ എൻ്റെ പേരാണ്, ഞാനാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് ബൈ നെയ്മ് മാലിക് ഞാൻ ആരാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ പോട്ടെ, ഞാൻ പ്രസിഡൻറ്റ് ഓഫ് സോഷ്യൽ സയൻസ് ക്ലബ് എന്ന് കൊടുത്താൽ മതി. സോഷ്യൽ സയൻസ് ക്ലബ് എന്ന് കൊടുത്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോഡൽ ആൻസർ പിടിച്ചോ. ആദ്യം ഞാൻ റിപ്പോർട്ട് ഓൺ ദ സെമിനാർ ഓൺ വിമൻ എംപവർമെൻറ്റ് എന്നാണ് ടോപ്പിക്ക് കൊടുത്തത്. നേരത്തെ പറഞ്ഞ ടോപ്പിക്ക് കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ റിപ്പോർട്ട് ഓൺ സെമിനാർ ഓൺ വിമൻ എംപവർമെൻറ്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, ദ സോഷ്യൽ സയൻസ് ക്ലബ് ഓഫ് എ സ്കൂൾ ഓർഗനൈസ്ഡ് 1-day സ്റ്റുഡൻറ്റ് സെമിനാർ ഓൺ വിമൻ എംപവർമെൻറ്റ്, ചാലഞ്ചസ് ഓൺ സൊല്യൂഷൻ. ടോപ്പിക് എന്താണെന്ന് പറഞ്ഞു, ആരാ ഓർഗനൈസ് ചെയ്തതെന്ന് പറഞ്ഞു, March 8th പറഞ്ഞു, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു, ടു സെലിബ്രേറ്റ് ദ ഇൻ്റർനാഷണൽ വുമൻസ് ഡേ. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അതിങ്ങോട്ട് മാറ്റി എഴുതിയാൽ മാത്രം മതി. ഇനി എപ്പോഴാണ് പരിപാടി നടത്തിയത് എന്നുള്ളത് അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് ഉണ്ടാക്കി എഴുതാം. ദ സെമിനാർ ബിഗാൻ at 10 AM വിത്ത് എ പ്രേയർ സോങ് ബൈ ദ സ്കൂൾ കൊയർ ടീമാണ് ഇത് പാടിയതെന്ന് പറയുന്നു. The principal welcomed everyone and spoke about the importance of girls' education. അപ്പോൾ പ്രിൻസിപ്പളാണ് നമ്മുടെ പ്രിൻസിപ്പളുടെ കാര്യം അവിടെ പറഞ്ഞു എന്നുള്ളൂ. ദ സെമിനാർ വാസ് ഫോർമലി ഓപ്പൺ ബൈ ദ ചീഫ് ഗസ്റ്റ് ഡോക്ടർ രാധിക ദേവി. ഇവരാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്. വെൽ നോൺ ലോക്കൽ വിമൻസ് റൈറ്റ്സ് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നു. ഇവരാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ്. ഇനി അവരുടെ കീ മെസ്സേജ് എന്താണ്, പ്രധാനപ്പെട്ട പോയിന്റുകൾ അവരെന്താണ് പറഞ്ഞത് എന്നുള്ളത്. ഇൻ എ കീ നോട്ട് സ്പീച്ച് ഡോക്ടർ രാധിക എക്സ്പ്ലെയിൻ ദ 3 L's ഓഫ് എംപവർമെൻറ്റ്, ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. എവിടെ നിന്നാണ് കിട്ടിയേ?
ഇത് നമ്മുടെ ചാപ്റ്ററിന് അടിച്ചു മാറ്റിയ സാധനം. അത്ര മതി, നമുക്ക് ചാപ്റ്ററിന് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പത്രം വായിച്ചിട്ടുള്ളോ ന്യൂസ് കണ്ടിട്ടുള്ളോ അറിവുകളൊന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുത്താൽ നല്ലതാണ്. പക്ഷേ നിങ്ങൾ പത്രം ഒന്നും വായിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇനഫ് പോയിന്റ്സ് ഇവിടെ കൊടുക്കാം. ഷീ സെഡ് ദാറ്റ് എഡ്യൂക്കേറ്റിംഗ് ഗേൾസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ബിൽഡിംഗ് എ സ്ട്രോങ് നേഷൻ. ഇത് നമ്മുടെ ആര് പറഞ്ഞതാണ്? ഇത് നമ്മുടെ ക്രിസ്റ്റീൻ ലഗാർഡെ പറഞ്ഞതാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നത് കാര്യം എന്താ പറയുക, നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എന്തെടുക്കാം, വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ മെയിൻ ഡിസ്കഷനായിട്ട് നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും. ഇനി അവസാനം കൺക്ലൂഷൻ ഒരു ഓപ്ഷണലായ കാര്യമാണ്, നിർബന്ധമൊന്നുമില്ല. അതായത് അവിടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ ഇന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ പരിപാടി നന്നായിട്ട് അവസാനിച്ചു എന്നുള്ളത് പറയാം. അവസാനം ബൈ എന്നിട്ട് കൊടുത്തിട്ട് നെയ് മാലിക് എന്ന് എഴുതരുത് കേട്ടോ, നിങ്ങളുടെ പേരാണ് അവിടെ എഴുതി വെക്കേണ്ടത്. റിയൽ പേര് എഴുതണമെന്നില്ല, ടിൻഡുമോൾ എന്ന് എഴുതിയാലോ ആരും കുറ്റം പറയൊന്നുമില്ല. ജസ്റ്റ് പ്രസിഡന്റ് സോഷ്യൽ സയൻസ് ക്ലബ്ബ് എന്ന് എഴുതുക. ഇത്രയേ ഉള്ളൂ സെമിനാർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. പരിപാടി വളരെ സിമ്പിളാണ്. സോ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോഴേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സെമിനാർ റിപ്പോർട്ട് അറിയാത്ത ഫ്രണ്ടിന് ഇത് അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളേ, എന്നാൽ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചോ. ഓക്കെ, ശരി, നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം, വേറൊരു ലൈവിൽ കാണാം. ബൈ, സീ.